നമസ്കാരം സുഹൃത്തുക്കളെ, ബി കെ ഭൂമിൻ്റെ ഈ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഹിൽ ടോപ്പിൽ ഒരു മലമുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ കൊട്ടാരക്കരയ്ക്കും ഏനാത്തിനും അടുത്ത് ഒരു ഇൻ ബിറ്റ്വീൻ ഇഞ്ചക്കാട് എന്ന് പറയുന്ന ഇഞ്ചക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പം അവിടെ ആയിരവല്ലിപ്പാറയുണ്ട്. ആയിരവല്ലിപ്പാറ ഇവിടെ കയറി വരാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. സാധാരണ ഉള്ള സ്ഥലങ്ങളെ കണക്കല്ല. ഇത് പാറയുടെ സൈഡിൽ കൂടെയൊക്കെ കയറി വന്ന് ഒന്നും പറയാം, മലയുടെയും പിന്നെ കുറേ പുല്ല് കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി വന്ന ഒരു ട്രക്കിംഗ് മൂഡായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു ഉച്ചയ്ക്ക് ഒരു 11-11:30 ആയി കാണും ഈ സമയത്ത്. ഇവിടെ വന്ന് കയറി അണച്ചു പോയി. ഒരുപാട് ശ്വാസം മുട്ടൽ ഒന്നും പറയണ്ട, അത്രയ്ക്കും ഒരു ഹെവി ഒരു പ്ലേസാണ്. നമുക്കൊന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ. ലെറ്റ്സ് ഗോ. ഞാൻ വന്നത് ഈ സൈഡിൽ കൂടെയാണ് കേട്ടോ. ആ പുല്ലിൻ്റെ ആ പാറയുടെയും ഇടയ്ക്കൂടെയുള്ള ഈ സൈഡിൽ കൂടെ കയറി ആണ് വന്നത്. അതൊന്നും പറയണ്ട, അന്യായ പരിപാടിയായിപ്പോയി. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു. അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. സി ഞാൻ എന്തൊക്കെയാലും ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. എന്തൊക്കെയാലും ഇറങ്ങിപ്പോകുന്ന വഴി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിരിക്കും. ഈ കൊല്ലം ജില്ലയിൽ ഇതിനൊക്കെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഞാനിങ്ങനെ ഓരോ പോയിൻറ്റ്സും മനസ്സിലാക്കുന്നത്. ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും ഉടനെ പുതിയ പുതിയ വീഡിയോകളൊക്കെ വരുന്നുണ്ട്, പുതിയ പുതിയ ലൊക്കേഷൻസ്. അയ്യോ എന്ത് രസമാണെന്ന് നോക്ക്. ഇവിടെയും ചെറിയൊരു വിളക്ക് കത്തിക്കുന്ന തറയുണ്ട്. ഇതിൻ്റെ പേര് ആയിരവല്ലിപ്പാറ എന്നാണ് പറയുന്നത്. നമുക്ക് ആ വിളക്ക് തറയുടെ ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെയൊക്കെ എന്താ എങ്ങനെയൊക്കെയാണെന്നൊക്കെ കണ്ടിട്ട് വരാം. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഈ വിളക്ക് തറയൊക്കെ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. എല്ലാ ദിവസവും കത്തിക്കും. താഴെ ഞാൻ വണ്ടി വെച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു വഞ്ചി പോലെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ അതിൻ്റെ സ്ഥലത്താണ് വണ്ടി വെച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നല്ല കറക്റ്റ് റോഡൊക്കെ കാണുമെന്ന്. അടുത്തുള്ള ഒരു ചേട്ടൻ്റെ ചോദിച്ചപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ നടന്നു കയറിയാൽ മതി. അങ്ങനെ നടന്ന് കയറിയതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഇതെനിക്ക് നല്ലൊരു സ്ഥലങ്ങളെ, നല്ലൊരു വ്യൂ പോയിൻ്റ് ഇവിടെ ഉള്ളത്. ആർക്കും അങ്ങനെ പുറം ലോകം അങ്ങനെ പരിചിതമല്ലല്ലോ ഇതൊന്നും. അടിപൊളി. ഇവിടെയുണ്ട്. എനിക്ക് 4 ദിക്കും നോക്കി നിൽക്കുന്ന ദൈവങ്ങളൊക്കെ ആയിരിക്കും. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കൊല്ലം ജില്ലയിൽ. അത് നമുക്കറിയത്തില്ല പല സ്ഥലങ്ങളും. അപ്പം ഞാൻ മാക്സിമം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാം, നിങ്ങളിലെത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ പോകാം. ഇതാണ് സംഭവം. അപ്പോൾ ആയിരവല്ലിപ്പാറയെ കണ്ടല്ലോ, നമുക്കിനി ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രസമായിരിക്കും, നല്ല കുത്തിറക്കമാണ്.
അപ്പോൾ ഞാൻ ക്യാമറ മാക്സിമം പിടിക്കാൻ നോക്കാം. എന്തൊക്കെയാലും ഞാൻ മാക്സിമം ഫുള്ള് ഇറങ്ങിപ്പോകുന്ന ഭാഗത്ത് കവർ ചെയ്യാൻ ശ്രമിക്കാം. എനിക്ക് തോന്നുന്നില്ല, എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതിലെ കൂടെയാണ് വന്നത് കേട്ടോ. റബ്ബർ വെട്ടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു, കയറാനായിരിക്കും ബുദ്ധിമുട്ട്. അയ്യോ, അവസാനം എത്തി. എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇതാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം. ഇവിടെ ഒരു ബോർഡൊക്കെ കിടക്കുന്നുണ്ടോ? താഴെയുള്ള ആ വിളക്കുതറയുടെ ബോർഡാണ്. ഈ വഴിയാണ് കയറിപ്പോയത്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ആയിരവല്ലി പാറയുടെ വിശേഷങ്ങൾ. അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്നവർ വരിക, കുട്ടികളെ കൊണ്ട് വരരുത്. വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോൾ വന്ന വഴികളെ കണ്ടില്ലേ, അതിനൊക്കെ ഒരു റിസ്കി പ്ലേസസ് ആണ്. അപ്പോൾ ഇവിടെ ചുറ്റും ഫാമിലീസ് താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ ആണ്. കൊച്ചു കൊച്ചു വീടുകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പം വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് നോക്കി, ഞാൻ മറ്റേ പിനാക്കൽ പോയിൻ്റ് ഇട്ടപ്പോഴത്തേക്ക് അവിടെ പ്രശ്നമുള്ള ഏരിയ ആണോ? ഇല്ല, നമ്മൾ പോകുന്നതെല്ലാം സേഫായിട്ടുള്ള ഏരിയ ഉള്ളൂ. പ്രശ്നമുള്ള ഏരിയസ് ഒന്നും ഞാൻ വീഡിയോ ചെയ്യാറില്ല. എല്ലാവർക്കും ഫാമിലി ഉൾപ്പെടെ വരാൻ പറ്റുന്ന ഏരിയ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ കയറി പോകാൻ ഇച്ചിരി ഇഷ്യൂസാണ്. അതുകൊണ്ടാണ് ഞാൻ ഫാമിലി വേണ്ടെന്ന് പറഞ്ഞത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം പുതിയൊരു വീഡിയോ വരുന്നിടം വരെ ബൈ.